നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 34. ദിവസങ്ങൾ പെട്ടെന്നാണ് കടന്നുപോയത്. ഭക്ഷണം കഴിക്കാനിരുന്ന ജയ്യുടെ ഫോണിലേക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു ഫോൺ കോൾ. അല്പം സംശയത്തോടെ ജയ് ഫോണെടുത്തു. ഹലോ ഹലോ. അപ്പുറത്തുള്ള ശബ്ദം കേട്ട ഉടൻ ജയ്ക്ക് ആളെ മനസ്സിലായി. മീനുവിൻ്റെ വല്യേട്ടൻ. ഹലോ, പറയൂ ഏട്ടാ. അപ്പോൾ ആളെ മനസ്സിലായല്ലേ? വല്യേട്ടൻ മറു ചോദ്യം ചോദിച്ചു. മനസ്സിലായി. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല ഏട്ടാ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നീ എന്താ വീട്ടിലേക്കൊന്നും വരാതിരുന്നേ? വല്യേട്ടൻ വേറൊന്നും ചോദിക്കാതെ ആദ്യം ചോദിച്ചത് അതായിരുന്നു. അത് വരാൻ അങ്ങനെ അല്ല ഏട്ടാ, ഞാൻ എൻ്റേതായ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് കഴിഞ്ഞതാണ്, അതും വളരെ രഹസ്യമായിട്ട്. പിന്നെ ഭാര്യ വീട്ടിൽ എല്ലാ ദിവസവും വരാൻ ഏതൊരാണിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അതിന് ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ആഴ്ചയിലൊരിക്കലെങ്കിലും വേണ്ടേ അങ്ങനെയൊരു കാര്യം? ഏട്ടൻ്റെ ചോദ്യത്തിന് മുന്നിൽ ജി മൗനം പാലിച്ചു. വിവാഹം കഴിഞ്ഞ് അന്ന് വന്നു പോയതാ നീ എന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു. അമ്മയ്ക്ക് അതിൽ നല്ല വിഷമമുണ്ട്. വിവാഹം കഴിഞ്ഞ പാടെ എന്താ നീ ഇങ്ങനെ എന്നാണ് അമ്മയുടെ ചോദ്യം. അതിനും ജയ് ഉത്തരം നൽകിയില്ല. പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും വീട്ടിൽ വരാൻ നോക്കണം. നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ നിർത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നീ വീട്ടിലേക്ക് തന്നെ വരേണ്ടി വരും. വല്യേട്ടൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ജയ് ഒന്നും പറയാതെ കേട്ടുകൊണ്ടേയിരുന്നു. മനസ്സിലായോ പറയുന്നത്? വല്യേട്ടൻ വളരെ ശാന്തമായി ചോദിച്ചു. മനസ്സിലായേട്ടാ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ മുടങ്ങാതെ നീ വീട്ടിൽ വരണം. മനസ്സിലായോ? ജയ് ഒന്ന് മൂളുക മാത്രം ചെയ്തു. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നിനക്ക് ലീവുള്ള ദിവസമോ എങ്ങനെയാണ് നിൻ്റെ സൗകര്യം പോലെ, അതെപ്പോഴായാലും കുഴപ്പമില്ല. പക്ഷെ ആഴ്ചയിൽ ഒരു തവണ നീ എന്തായാലും വീട്ടിൽ വന്നിരിക്കണം. അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. ഓക്കെ? വല്യേട്ടൻ പറയുന്ന ഓരോ കാര്യത്തിനും ഒരു മൂളൽ മാത്രമായി ജയുടേത്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ജയോടായി വല്യേട്ടൻ ചോദിച്ചു. ഇല്ല. മീനുവും നീയും തമ്മിൽ അത്ര പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോവില്ല എന്ന കാര്യം എനിക്കറിയാം. കാരണം നിങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്നവരാ. അത്ര പെട്ടെന്ന് ഒരുമിച്ച് പോവാൻ നിങ്ങൾക്കൊണ്ട് സാധിക്കില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചതെന്ന് മാത്രം ഞങ്ങൾക്കാർക്കും അറിയില്ല. എന്തായാലും വിവാഹം കഴിഞ്ഞില്ലേ, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. എന്തായാലും ആഴ്ചയിൽ ഒരു തവണ നിർബന്ധമായിട്ടും നീ വീട്ടിൽ വന്നിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്. മനസ്സിലായോ? ജയ് വീണ്ടും മൂളൽ മാത്രം. എന്നാൽ ശരി, ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത ഉടനെ വല്യേട്ടനോട് പറയാൻ പറ്റാതെ പോയ മറുപടികളൊക്കെ ജയ് സ്വയം പറഞ്ഞു. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഒന്ന് കല്യാണം കഴിച്ചെന്ന് വെച്ച് ഇവർ പറയുന്നത് പോലെ കേട്ട് ഞാൻ ജീവിക്കണമെന്നോ? എൻ്റെ ജീവിതത്തിലെ തീരുമാനം ഇവരാണോ എടുക്കുന്നത്? അവളും കണക്ക്, അവളുടെ ഏട്ടന്മാരും കണക്ക്. ഏത് സമയത്ത് തോന്നിയതാണോ കല്യാണം കഴിക്കാൻ? തലവിധി. വേറെന്താ പറയുക? ഒന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. ജയ് അല്പം ശാന്തമായി. ജയുടെ ഫോണിലേക്ക് വീണ്ടും അടുത്തൊരു ഫോൺ കോൾ. അത് മീനുവായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവൾ ആദ്യമായി വിളിക്കുകയാണ്. ജയ് ഫോൺ എടുത്തു. ഹലോ. അല്പം ഗൗരവത്തിൽ തന്നെ. ഹലോ. അതിനേക്കാളും ഗൗരവത്തിലായിരുന്നു മീനു. എന്താ? ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ വിളിച്ചത്. പറഞ്ഞോളൂ.
അതെ, നീ ഇന്ന് വീട്ടിൽ വരണം. ഇത് പറയാൻ വേണ്ടിയാണോ വിളിച്ചത്? അതെ, ഞാൻ വരുന്നില്ല. ജയ് വളരെ ശാന്തമായി സംസാരിച്ചു. വരുന്നില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, നീ വന്നേ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് വരാത്തതെന്ന്. അതുകൊണ്ട് വന്നേ പറ്റുള്ളൂ. നിന്റെ ബെഡ്റൂമിൽ കെട്ടിയിട്ട് കിടന്നുറങ്ങാനല്ലേ നീ എന്നെ വിളിക്കുന്നത്? അതിനെനിക്ക് താല്പര്യമില്ല. ചോദിക്കുന്നവരോട് അങ്ങനെ പറഞ്ഞാൽ മതി, മനസ്സിലായോ? ജയ് വളരെ ദേഷ്യത്തിലായിരുന്നു. ജയ്, നീ എനിക്ക് വാക്ക് തന്നതാ, 1 വർഷം കൂടെ ജീവിച്ചോളാമെന്ന്. ആ വാക്ക് മറന്നിട്ടില്ലല്ലോ. 1 വർഷം നിന്റെ ബെഡിൽ കിടന്നിട്ട് ബന്ദിയായി കിടന്നിട്ട് ജീവിച്ചോളാം എന്നല്ല ഞാൻ പറഞ്ഞത്. ജയ്, നീ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ സംസാരിക്കരുത്. ഒരു സീരിയസ്നെസ്സും ഇല്ല. എന്നെക്കൊണ്ട് പറ്റില്ല. നിന്റെ വീട്ടുകാരുടെ അടിമയായിട്ട് ജീവിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. കുറച്ചു മുമ്പ് ദാ ഒരുത്തൻ വിളിച്ച് വെച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് നിൻ്റെതാണെന്ന് എനിക്കറിയാം. എനിക്ക് താല്പര്യവുമില്ല. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാനും പോകുന്നില്ല. ജയ്, നീ വാശി പിടിച്ചാൽ നീ തോക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. മീനു വളരെ ആജ്ഞ പോലെ സംസാരിച്ചു. ഹാ, തോക്കുമെന്നോ? എവിടെ തോക്കുമെന്നോ? നീ ഇവിടെ വരണമെന്ന് ഞാൻ തീരുമാനിച്ചാ നീ ഇവിടെ വരും. നിന്നിവിടെ വരുത്താൻ എനിക്കറിയാം. എന്താ, ഞാൻ വരുത്തണോ നിന്നെ? മീനുവിൻ്റെ ആ ചോദ്യം ജയ്ക്ക് ദേഷ്യവും അല്പം ചിന്തയിലും ആക്കി. നീ വിചാരിച്ചാൽ ഞാൻ അവിടെ വരുമെന്നോ? വരും. നിന്നെ ഇവിടെ വരുത്താൻ എന്നെക്കൊണ്ട് പറ്റും. ഓ, നീ അത്രയ്ക്കായോ? എന്താ, നിനക്ക് സംശയമുണ്ടോ? ഉണ്ട്, സംശയമുണ്ട്. നീ തെളിയിച്ചാ. നീ വിചാരിച്ചാ ഞാനങ്ങനെ നിന്റെ വീട്ടിൽ വരുമെന്ന്? ജയ്, നിനക്കെന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാത്തതുകൊണ്ടാ. അതെ, അത് സത്യമാണ്. നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാത്തതുകൊണ്ടാണല്ലോ ഞാൻ ഈ കുരുക്കിൽ വന്ന് പെട്ടുപോയത്. ജയ്, നിന്നെ ഇവിടെ വരുത്താൻ എന്നെക്കൊണ്ട് പറ്റും. ഞാൻ വെറുതെ ഓരോന്ന് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നീ ആയിട്ട് അറിഞ്ഞിവിടെ വരുന്നതാ. ഞാൻ വരില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. മാറ്റമില്ല? മാറ്റമില്ല. എന്നാൽ ശരി, മോൻ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായിക്കോളൂ. ഇതും പറഞ്ഞ് മീനു ഫോൺ കട്ട് ചെയ്തു. ജയ്ക്കൊന്നും മനസ്സിലായില്ല. ഇവളെന്താണ് ഈ പറയുന്നത്? ഇവൾക്കെങ്ങനെ എന്നെ അവിടെ വരുത്താൻ പറ്റും? അവൾ വിചാരിച്ചതുകൊണ്ട് അതെങ്ങനെ സാധിക്കും? ഇവളുടെ അഹങ്കാരം എത്ര കാലം ഞാൻ സഹിക്കണം? എന്തായിരിക്കും ഇവൾ ചെയ്യുക? ഞാൻ കരുതുന്നത് പോലെ ഇവൾ വല്ല മാനസിക രോഗിയാണെങ്കിൽ എന്തൊക്കെയും ഇവൾ ചെയ്തു കൂട്ടുമോ? കർത്താവേ, ഇത്രയും വലിയൊരു കുരിശ് എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വെക്കേണ്ട വല്ല ആവശ്യവും നിനക്കുണ്ടായിരുന്നോ? അതിന് മാത്രം എന്ത് തെറ്റാ കർത്താവേ ഞാൻ ചെയ്തത്? ജയ്യോടായി തന്നെ ചോദിച്ചു. എടാ, നീ എന്താ ഒറ്റയ്ക്ക് പിറുവിറുക്കുന്നേ? അപ്പുറത്ത് നിന്ന് അഖിലായിരുന്നു അത്. ഏ, ഒന്നുമില്ലടാ. ആരുടെ കാര്യമാണ് നീ പറയുന്നേ? ഏത് കുരിശാ നിൻ്റെ തലയിൽ വന്നത്? അഖിൽ ചോദിച്ചു. ഏയ്, അതോ, ഓരോരോ മാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ വരില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞതാ. അത് സത്യം, മാരണങ്ങൾ വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഏത് മാരണാ വന്നത്? ഒന്നുമില്ല. അളിയനാണോടാ? ഏയ്, അളിയനൊന്നുമല്ല. പിന്നെ നിനക്ക് വല്ല ലൈനോ ആയോ? അത് പിന്നെ മാരണമാവില്ലല്ലോ. എൻ്റെ പൊന്നകിലേ, ഒന്നും മിണ്ടാതിരിക്കെ. ഈ പെണ്ണെന്ന് കേൾക്കുന്നതേ ഒരു അവസ്ഥയായി ഇപ്പം എൻ്റെ. പെണ്ണെന്ന് കേൾക്കുന്നതേ അവസ്ഥയോ? എന്തൊക്കെയാടാ നീ പറയുന്നത്? അല്ലടാ, പെണ്ണെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ്. അത് നിനക്ക് മുമ്പും അങ്ങനെ ആയിരുന്നില്ലേ? നീ ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിയതായിട്ട് ഞാൻ അറിവില്ല. അങ്ങനെയൊരു സ്വഭാവമായിരുന്നല്ലോ നിനക്ക്. നിനക്കെന്താടാ പെൺപിള്ളേരോട് തീരെ താല്പര്യമില്ലാത്തത്? അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഗതി വന്നത് എന്നെനിക്ക് തോന്നുന്നു. ജയ് മനസ്സിൽ പറഞ്ഞു. എന്താടാ നീ പറയണേ? എൻ്റെ മുഖത്ത് നോക്കി പറ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഒന്നുമില്ല അഖിലേ, ഞാൻ വെറുതെ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്ന് സ്വയം ചിന്തിച്ചതാ, അത്രയേ ഉള്ളൂ. ആ ശരി, ദേ അപ്പുറത്ത് നിൻ്റെ കസ്റ്റമർ വന്നിട്ടുണ്ട്, അതാ ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. ഓ ശരി. എന്തു പറ്റിയടാ? എന്താ കാര്യം? നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, നമുക്ക് പരിഹരിക്കാം. അഖിൽ വളരെ സ്നേഹത്തോടെ ജയുടെ തോളിൽ കൈവച്ച് ചോദിച്ചു. എടാ, ഒന്നുമില്ലടാ, ഞാനൊരു കുരുക്കിപ്പെട്ടു, അത്രയേ ഉള്ളൂ. ജയ് വളരെ ശാന്തമായി പറഞ്ഞു.
നമുക്ക് പരിഹരിക്കാം. നീ എന്തായാലും ഇപ്പോൾ ആ കസ്റ്റമറെ നോക്ക്. ഓക്കെ? ഉം. നമുക്ക് ജോലി കഴിഞ്ഞ് സംസാരിക്കാം. ഉം. ഇതും പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് പോയി. ജയ് തൻ്റെ കസ്റ്റമറുടെ അടുത്തേക്കും